Next topic is complete wave function or atomic orbitals of hydrogen-like atoms. നമ്മൾ ഇതുവരെ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? Psi A is the wave function. That psi can be resolved into or separated into three variables. That is, psi is a function of r of r into p of theta into f of phi. Okay, and we find out f of phi and p of theta, then r n l of r. അപ്പോൾ നമ്മൾ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ആണ്. ആ സൈനെ മൂന്നായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അതായത് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആർ ഓഫ് ആർ, പി ഓഫ് തീറ്റ, എഫ് ഓഫ് ഫൈ. ഇതിലെന്ത് ചെയ്തു? നമ്മൾ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് എഫ് എം ഓഫ് ഫൈ ആണ്. എഫ് ഓഫ് ഫൈ ഡിപ്പെൻഡ്സ് ഓൺ എം, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം. ദെൻ പി ഓഫ് തീറ്റ, പി ഓഫ് തീറ്റ തീറ്റ ഫംഗ്ഷനാണ്. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ദെൻ ലാസ്റ്റ് വൺ ആർ ഓഫ് ആർ, ആർ ഇസ് ദ റേഡിയൽ പാർട്ട്, ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എൽ. Okay, and p of theta and f of phi together called angular part or angular rate functions. Okay, ഇനി എന്ത് ചെയ്യുക? നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. എഫ് എം ഓഫ് ഫൈ കൊടുക്കുക, പി ഓഫ് തീറ്റ കൊടുക്കുക, ആർ ഓഫ് ആർ കൊടുക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വേവ് ഫംഗ്ഷൻ സൈ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫോർ ഹൈഡ്രജൻ ആറ്റം we have to find out the wave function for the first energy level. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് എനർജി ലെവലിലുള്ള വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ടോട്ടൽ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എനർജിയാണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം n ഈക്വൾ ടു എന്താണ്? സോറി, നോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് ഫസ്റ്റ് എനർജി ലെവൽ. ഓക്കെ, n is equal to 1. Okay, principal quantum number n equal to 1, psi 1, then L is 0, then M is 0. That is, we have to find out psi 1 0 0, psi 1 0 0. For determining psi 1 0 0, we have to determine R 1 0 of R. In the last class we find out the R10 of R നമ്മൾ കണ്ടുപിടിച്ചു ഇന്നലെ. ആ പ്രോബ്ലത്തിൻ്റെ കേസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ആണ്. സോ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ഇൻറ്റു പി എൽ എം ഓഫ് തീറ്റ. ഹിയർ പി എൽ എം ഓഫ് തീറ്റ ഈസ് P00 of theta. We find out the value, we already found the value of P10 of theta, that is 1 by root 2. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് ഈ P00 തീറ്റ. അതെന്ന് പറയുന്നത് 1 by root pi ആണ്. ഓക്കെ, സോറി, 1 by root 2, not 1 by root pi, it is 1 by root 2. Then we have to find fm of phi. fm of phi എന്താണ്? f0 of phi. f0 of phi is 1 by root 2 pi. അതായത് നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം 1 ആയിരിക്കും. 1 by root 2 pi. അപ്പോൾ ഇതാണ് psi 1 0 0. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 by root 2 into root 2, 2 ആവും. 2 and 2 cancels. The final answer is 1 by root pi into e raised to minus r. This is what? Complete wave function of first energy levels of hydrogen atom or hydrogen like atom. And this is an atomic unit. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആറ്റമിക് യൂണിറ്റിലാണ്. ആറ്റമിക് യൂണിറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആറ്റമിക് യൂണിറ്റ് എടുക്കുന്നത്. ഓക്കെ, and this is about the wave function or atomic orbitals of hydrogen like atoms.
Next is radial distribution function. Radial distribution function. We know that psi is a function of psi r theta phi. Psi is a function of psi r theta phi. And this is equal to what? This is equal to r of r into p of theta into f of phi. Okay. R of r into p of theta into f of phi. We have to find the radial distribution function, and the radial distribution function is denoted by the letter PR. PR ആണ്. Okay. Radial distribution is denoted by P of R, അല്ലെങ്കിൽ PR. Then എന്താണ് R of R, P of theta and F of phi are normalized functions. R of R, P of theta and F of phi are normalized function. Then we have to find out P of R into dr. P of R into dr. This is equal to integral 0 to pi, integral 0 to 2 pi psi r theta phi all square, psi r theta phi square, r square dr sin theta d theta and d phi. Integral 0 to pi, 0 to 2 pi psi r theta phi all square, r square dr sin theta d theta d phi. We know that psi is a function of psi r theta phi can be written as r of r into p of theta into f of phi. So this equation becomes r of r into r of r, psi ന്റെ സ്ക്വയർ വേണം. അപ്പോൾ r of r എന്തായാലും r of r സ്ക്വയർ ഇൻറ്റു ആറിൻ്റെ കൂടെ വരുന്നത് എന്താണ്, r സ്ക്വയർ ഡി ആർ ആണ്. പി ഡി ആർ സ്ക്വയർ ഡി ആർ ഈക്വൽ ടു r square dr into 0 to pi, 0 to pi ലിമിറ്റ് വരുന്ന ആർക്കാണ്, p of theta. So p of theta all square into sin theta d theta integral 0 to 2 pi f of phi, f of phi all square d phi. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ദിസ് ഫങ്ഷൻസ് ആർ നോർമലൈസ്ഡ്. ഈ ഫംഗ്ഷൻ നോർമലൈസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രൽ 0 to pi p of theta all square sin theta d theta equal to 1 ആയിരിക്കും. അതുപോലെ ഇൻറ്റഗ്രൽ 0 to 2 pi f of phi square d phi equal to 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും 1 ആയിട്ട് പോകും. ബാക്കി എന്താണ് വരിക, 1 ആവാൻ കാരണം എന്താണ്, ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡീറ്റോ. ഓക്കെ, അതാണ് നോർമലൈസ്ഡ് കണ്ടീഷൻ. ഇവിടെ ഡീറ്റോ എന്ന് പറയുന്നതാണ് സൈൻ തീറ്റ ഡി തീറ്റ, അതുപോലെ ഇവിടെ ഡീറ്റോ എന്ന് പറയുന്നത് ഡി ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇത് റിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് അതിൻ്റെ സ്ക്വയറിനെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും നോർമലൈസേഷന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടേം 1 ആയതുകൊണ്ട് ഇവിടെ എന്ത് മാത്രം വരും, ആർ ഓഫ് ആർ ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ഡി ആർ. നമ്മളിവിടെ പി ഓഫ് ആർ ഡി ആർ മാത്രമാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ പി ഓഫ് ആർ ഡി ആർ അതായത് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, മറ്റേ രണ്ടും ആംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൽ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി ഓഫ് ആർ ഇസ് ഈക്വൽ ടു ആ ഡി ആർ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഓഫ് ആർ ഹോൾ സ്ക്വയർ. This is the probability distribution function, or it is called radial probability density. P of r equal to r square into r of r whole square is called
radial probability density. Radial probability density. Okay, this is the radial distribution function.